ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നമ്മുടെ കണ്ണൂരിൻ്റെ രണ്ട് സ്പെഷ്യൽ ഐറ്റംസ് ആണ്. ഒന്ന് കണ്ണൂർ കോക്ടെയിലും അതുപോലെ കണ്ണൂരിൻ്റെ സ്വന്തം കടി ഷേക്കും. ഇത് രണ്ടുമാണ് ഞാൻ ഇവിടെ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. ഇതിന് കണ്ണൂർ ഒരുപാട് ഫാൻ ബേസ് ഉള്ള രണ്ട് ഐറ്റംസ് ആണ് കേട്ടോ ഇത് രണ്ടും. അപ്പം നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോയാലോ. ഫസ്റ്റ് ഞാൻ ചെയ്ത് കാണിക്കുന്നത് കോക്ടെയിലാണ്, കണ്ണൂർ കോക്ടെയിൽ. അതിനായിട്ട് ഞാനിവിടെ 1/2 ലിറ്റർ പാലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ക്യാരറ്റ് 3 പപ്പായ ഒരു പീസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു 1/4 കപ്പ് പൊമഗ്രനേറ്റ് എടുത്തിട്ടുണ്ട്. വാനില ഐസ്ക്രീം 3 സ്കൂപ്പ്, കാഷ്യൂനട്ട് ഒരു 4 ടേബിൾ സ്പൂണ്, ബ്ലാക്ക് റൈസിൻസ് 4 ടേബിൾ സ്പൂണ്, ഷുഗർ 4 ടേബിൾ സ്പൂണ്. ഷുഗർ നിങ്ങൾ മധുരത്തിനനുസരിച്ചിട്ട് നിങ്ങൾ ചേർക്കുക കേട്ടോ. എൻ്റെ വീട്ടിലെല്ലാവർക്കും നല്ല മധുരം വേണം, അതുകൊണ്ടാണ് ഞാൻ 4 ടേബിൾ സ്പൂൺ യൂസ് ചെയ്തിരിക്കുന്നത്. ഞാനിവിടെ ക്യാരറ്റ് തൊളിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി ബോയിൽ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. 3 ക്യാരറ്റാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്കൊരു മിക്സിയിലോട്ടേക്ക് മാറ്റാം. ഇനി ഇതിലോട്ട് ഒരു പീസ് പപ്പായ, അത് ഞാനിവിടെ കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്, അതും നമുക്ക് മിക്സിയിലോട്ടേക്ക് മാറ്റാം. ഇതിലോട്ട് ഒരു 4 ടേബിൾ സ്പൂണ് ഷുഗർ കൂടി ആഡ് ചെയ്ത് നമുക്കൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇപ്പോൾ ഇത് നന്നായി അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/2 ലിറ്റർ പാല് ഞാനിവിടെ ഫ്രീസ് ചെയ്തിട്ട് കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്, അത് മിക്സിയിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് 3 സ്കൂപ്പ് വാനില ഐസ്ക്രീമും കൂടി ചേർത്ത് നമുക്ക് ഒന്നുകൂടി അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇതിൽ വാനില ഐസ്ക്രീം തന്നെ യൂസ് ചെയ്യണം, വേറെ ഒരു ഫ്ലേവറിലുള്ള ഐസ്ക്രീമും യൂസ് ചെയ്യാൻ പാടില്ല. ഇപ്പം കോക്ടെയിൽ നല്ല പോലെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഈ നട്ട്സും പ്രൊമോഗ്രനേറ്റും ഒക്കെ ജ്യൂസ് അടിച്ചതിന് ശേഷം ചേർക്കാനുള്ളതാണ്. അത് ജ്യൂസ് അടിക്കുന്ന സമയത്ത് ഒരിക്കലും നിങ്ങൾ ചേർത്ത് പോകരുത്. പൊമോഗ്രനേറ്റും അതുപോലെ 4 ടേബിൾ സ്പൂൺ കറുത്ത ഉണക്കമുന്തിരിയും പിന്നെ 4 ടേബിൾ സ്പൂണ് അണ്ടിപ്പരിപ്പും കൂടി ചേർത്തിട്ട് ഇളക്കുക. നല്ല ഭംഗിയാണ് ഇതിൻ്റെ കളറ് കാണാൻ തന്നെ. നമ്മുടെ കോക്ടെയിൽ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു ജ്യൂസ് ഗ്ലാസ്സിലോട്ടേക്ക് മാറ്റാം. ചില ആൾക്കാർ ഇതിൽ കോൺഫ്ലെക്സ് ഒക്കെ ചേർക്കാറുണ്ട്. ഇതിൻ്റെ ശരിക്കും ഒറിജിൻ എന്ന് പറയുന്നത് നമ്മുടെ കണ്ണൂരിലുള്ള കാൽടെക്സ് ആണ് ഈ കോക്ടെയിലിൻ്റെ ഒറിജിന്. അവിടെ പിന്നെ കോൺഫ്ലെക്സ് ഒന്നും ചേർക്കാറില്ല കേട്ടോ. അവരാണ് ആദ്യമായിട്ട് നമ്മുടെ കണ്ണൂരി കോക്ടെയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അതുപോലെയാണ് ഞാനിവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. പിന്നെ പല ഷോപ്പിൽ നിന്ന് കുടിക്കുന്ന സമയത്ത് കോൺഫ്ലെക്സ് ഒക്കെ കിട്ടാറുണ്ട്. കോൺഫ്ലെക്സ് ഇട്ടാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്താ ഇവൻ്റെ ഒരു ഭംഗി അല്ലേ. ഇനി നമുക്ക് അടുത്തതായിട്ട് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കടി ഷേക്കാണ്. അതിനും നമ്മുടെ കണ്ണൂർ ഒരുപാട് ഫാൻസ് ഉണ്ട്. കടി ഷേക്കിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1/2 ലിറ്റർ മിൽക്ക്, അത് ഫ്രീസ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ 4 ടേബിൾ സ്പൂണ് പിസ്ത, 4 ടേബിൾ സ്പൂൺ കാഷ്യൂനട്ട്, 4 ടേബിൾ സ്പൂൺ ആൽമണ്ട്, പിന്നെ 3 സ്കൂപ്പ് വാനില ഐസ്ക്രീം, പിന്നെ 1/2 കപ്പ് മിൽക്ക് വേറെ എക്സ്ട്രയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം നമുക്ക് ഒരു മിക്സിൻ്റെ ജാർ എടുത്ത് അതിലോട്ട് ഈ 1/2 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം. പിന്നെ 4 ടേബിൾ സ്പൂൺ ഷുഗറും കൂടി ചേർത്ത് നന്നായി അരിച്ചെടുത്ത് കൊണ്ടുവരാം. ഇനി ഇതിലോട്ട് 1/2 ലിറ്റർ ഫ്രീസ് ചെയ്ത മിൽക്കും 4 ടേബിൾ സ്പൂൺ പിസ്ത, 4 ടേബിൾ സ്പൂൺ കാഷ്യൂനട്ട്, 4 ടേബിൾ സ്പൂൺ ബദാം, 3 സ്കൂപ്പ് വാനില ഐസ്ക്രീം ഇവ ചേർത്ത് നന്നായി അരച്ചെടുത്തുകൊണ്ട് വരാം. ഇതിലും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ വാനില ഐസ്ക്രീം മാത്രം ചേർക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും കേട്ടോ. ഇതെല്ലാം ചേർത്ത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കാൻ മാത്രമേ പാടുള്ളൂ. ഒരുപാട് അരച്ച് കളയരുത്. കാരണം ഇതിൻ്റെ പേരിൽ തന്നെ കാണുന്നത് പോലെ ഇത് കടി ഷേക്കാണ്. നമുക്കിതിൽ ഒരുപാട് കടിക്കാൻ കിട്ടും. ഒരുപാട് അരച്ചെടുക്കുകയാണെങ്കിൽ ആ നട്ട്സൊക്കെ അരഞ്ഞു പോയി കഴിഞ്ഞാൽ അതിന് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി നമുക്ക് ഈ ഷേക്ക് ഒരു ഗ്ലാസ്സിലോട്ടേക്ക് മാറ്റാം. ഞാൻ ആക്ച്വലി ഇതിന് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ആക്ച്വലി ഈ കടി ഷേക്കിൻ്റെ ഫാനാണ്. ഇത് നമ്മുടെ കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡിൽ കാലിക്കറ്റ് ജ്യൂസ് ഷോപ്പിലാണ് ഇത് ആദ്യമായിട്ട് കടി ഷേക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഇത് കട്ടപ്പാലിലാണ് ഡ്രൈ ഫ്രൂട്ട്സും ഷുഗറും ഒക്കെ ഇട്ട് ഒരു ട്രിപ്പായിട്ടാണ് അടിച്ചെടുക്കുന്നത്. പക്ഷെ അതുപോലെ വീട്ടിൽ ചെയ്യുന്ന സമയത്ത് ഷുഗർ ശരിക്കും അലിയാണ്ട് ഒരു ഷുഗർ പ്രത്യേകമായിട്ട് നമുക്ക് കടിക്കാൻ കിട്ടുന്നതുകൊണ്ടാണ് ഞാൻ ഇത് ഫസ്റ്റ് ഒരു 1/2 കപ്പ് പാലിൽ ചെയ്ത് ഷുഗർ ഇട്ട് നല്ലോണം അടിച്ചെടുത്തതിന് ശേഷം ചെയ്യുന്നത് കേട്ടോ. ശരിക്കും ഷോപ്പിൽ ചെയ്യുമ്പോൾ ഇതൊക്കെ ഒന്നിച്ചിട്ടാണ് അടിച്ചെടുക്കുന്നത്. അപ്പം എനിക്ക് ഇതാണ് കേട്ടോ ഇഷ്ടം, കടി ഷേക്കാണ് ഇഷ്ടം. അപ്പം നിങ്ങൾക്ക് ഏതാണ് ഇതിൽ താല്പര്യം, കടി ഷേക്കാണോ അതോ കോക്ടെയിലാണോ എന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.